ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി പ്ലം കേക്കാണ്. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്ന ഒരു സിമ്പിൾ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ക്രിസ്മസ് ഒക്കെ ആവാറായി, അപ്പോൾ നമുക്കിനി കടയിൽ നിന്നും പ്ലം കേക്ക് വാങ്ങിക്കാണ്ട് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്, അതുപോലെ വളരെ ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു സ്വാദ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പ്ലം കേക്കിന് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പഞ്ചസാര ഇതുപോലെ ഉരുക്കിയെടുക്കുക. അങ്ങനെ കാരമലൈസ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് എന്തോരം കളർ വേണം, ഒത്തിരി കളർ വേണമെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മളത് ഡാർക്ക് കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കുറച്ചൊന്ന് ഡാർക്ക് കളറായപ്പോൾ ഞാൻ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തു. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അതും ചെറു ചൂടുള്ള വെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ ചൂടുള്ള സംഭവമല്ലേ, അപ്പോൾ അതിങ്ങനെ ചിലപ്പോൾ അങ്ങനെ വെള്ളത്തുള്ളികളൊക്കെ തെറിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഒരു മിനിറ്റ് കൂടി നമ്മളതൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാരമൽ സിറപ്പ് റെഡിയായി. അതിനുശേഷം നമുക്കതവിടെ മാറ്റി വയ്ക്കുക, തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു പാനിലോട്ട് 25 ഗ്രാം അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ബട്ടർ, പിന്നെ 1/2 കപ്പ് ബ്രൗൺ ഷുഗറിന് പകരം നമ്മൾ സാധാ ഷുഗർ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് അത് നന്നായിട്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ബട്ടറൊക്കെ മെൽറ്റായി വന്നതിന് ശേഷം അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലോട്ട് നമ്മൾ ഏതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ കുറച്ച് ചെറി കട്ട് ചെയ്തത്, അതുപോലെ ഡാർക്ക് കറുത്ത മുന്തിരി, ഗോൾഡൻ മുന്തിരി, ഇതൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതൊന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അത് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലോട്ട് ഒരു അരിപ്പ് വെച്ച് 1/2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ നമ്മൾ ജാതിക്കായും അതുപോലെ ഗ്രാമ്പും കൂടിയിട്ട് ഒരുമിച്ച് പൊടിച്ച പൊടിയും, ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ ഈ ഒരു മിക്സ് എല്ലാം നന്നായിട്ട് യോജിച്ച് വരും. നമ്മളിപ്പോൾ കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇതുപോലെ അങ്ങനെ അരിച്ചെടുക്കുമ്പോൾ മിക്സായി കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി. ഇനി അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചൂടാറിയെന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/8 ടീസ്പൂൺ വാനില എസൻസും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പും, പിന്നെ ഒരു ടീസ്പൂണോളം ഓറഞ്ചിൻ്റെ തൊലി ചെറുതായി ഗ്രേറ്റ് ചെയ്തതും നട്ട്സും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നട്ട്സ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്നട്ടും അതുപോലെ ബദാമുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആ കയ്യിൽ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അതുമായിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് യോജിപ്പിച്ച് കൊടുത്താൽ മതി. അങ്ങനെ മുട്ടയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഏത് ട്രേയിലാണോ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ആ ട്രേയിൽ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ കേക്ക് ട്രേ റെഡിയാക്കി. പിന്നെ നമ്മൾ ഓവൻ സെറ്റപ്പ് റെഡിയാക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായിലാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ കടായി പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ട ഒഴിച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മിക്സിലോട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കുറേശ്ശെ മാത്രമായിട്ട് പൊടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒത്തിരി എല്ലാ പൊടിയും ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറേശ്ശെ മാത്രം പൊടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമ്മൾ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് കട്ടയൊന്നുമില്ലാതെ യോജിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
നമുക്കിത് ഒത്തിരി ലൂസായിട്ടുള്ള പരുവത്തിലല്ല ഇരിക്കുക, ഒരിത്തിരി തിക്നെസ്സിലാണ് നമ്മുടെ ഈ ഒരു പ്ലം കേക്കിൻ്റെ ബാറ്റർ ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ട്രേയിലോട്ട് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ല ഒരു തിക്നെസ്സിലാണ് ഈ ഒരു ബാറ്റർ ഇരിക്കുന്നത്. ഇനി അതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ഒപ്പാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുള്ള എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സോ അല്ലെങ്കിൽ മുന്തിരിയൊക്കെ അതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കടായിലേക്ക് കടായിയുടെ ഉള്ളിൽ നമ്മൾ വെച്ചിട്ടുള്ള സ്റ്റാൻഡിൻ്റെ മുകളിലോട്ട് കേക്കിൻ്റെ ആ ട്രേ വെച്ച് കൊടുക്കാം, ആ ഒരു കണ്ടെയ്നർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് 50-55 മിനിറ്റോളം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ അടച്ചു വയ്ക്കുന്ന മൂടിക്ക് ചെറിയ ഹോൾ എങ്ങാനും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് അത് അടച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു 50 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ കേക്കൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് ആയോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റിക്ക് വെച്ച് അതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം. കണ്ടില്ലേ, മാവൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന പാത്രത്തിൻ്റെയൊക്കെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ 5 മിനിറ്റ് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോഴേ നമുക്കറിയുള്ളൂ. എനിക്കിപ്പോൾ ഒരു 50 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കേക്ക് റെഡിയായി. അങ്ങനെ നമ്മൾ കേക്ക് ചൂടാറിയതിന് ശേഷം അതൊരു പ്ലേറ്റിലോട്ട് മാറ്റുക. ഇനി അതിൻ്റെ മുകളിൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടാനായിട്ട് നമ്മുടെ കയ്യിൽ വൈനോ അല്ലെങ്കിൽ വൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ അതിനുള്ളിലോട്ടായാലും നല്ല ടേസ്റ്റ് കിട്ടും. ഞാനിപ്പോൾ വൈനിന് പകരം ഞാനിപ്പോൾ ജാമാണ് ഒന്ന് മെൽറ്റ് ചെയ്ത പോലെ ആക്കിയിട്ട് അതാണ് ഇതിലേക്ക് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, കാരണം നല്ലൊരു ഗ്ലേസിങ് ഒക്കെ കിട്ടിയിട്ട് നല്ലൊരു ഭംഗിയായിരിക്കും ജാം പൊറ്റി കൊടുക്കുമ്പോൾ. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഈ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് ഉണ്ടാക്കിയ അപ്പോൾ തന്നെ കഴിക്കാതെ ഒരു ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. കാരണം അപ്പോഴേക്കും എല്ലാം അതിനുള്ളിൽ നന്നായി സെറ്റായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ ഞാൻ ചൂടോട് കൂടി തന്നെയാണ് മുറിച്ചത്. അപ്പോൾ ചൂട് ആറിയിട്ട് മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ കേക്ക്. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡിയായി, കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.